ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ നമുക്ക് ഈ ചോറ് വെന്തോ എന്ന് കലത്തിലെ എല്ലാ ചോറും ഞെക്കി നോക്കണ്ട, ഒന്നോ രണ്ടോ ചോറ് ഞെക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇവിടെ വന്ന് വീടുകളിൽ കയറി വോട്ടർമാരുടെ മുഖഭാവം കാണുമ്പോൾ അവരുമായി വർത്തമാനം പറയുമ്പോൾ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം പേരും മനസ്സിൽ കുറിച്ചിട്ടിരിക്കുകയാണ് ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കും. എല്ലാ തെരഞ്ഞെടുപ്പിലും അല്പസ്വല്പം എല്ലാ മുന്നണിയിലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകണം. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ പാളയത്തിൽ പടയില്ല. ഇത്തവണ മുഴുവൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ പ്രവർത്തകർക്കും ബോധ്യം വന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയെ സംബന്ധിച്ച് ലാസ്റ്റ് ബസ്സാണ്, ജീവമരണ പോരാട്ടമാണ്. ഈ പെരുമഴയത്തും അതിനു മുമ്പുണ്ടായ വെയിലത്തും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു വിഭാഗീയതയുമില്ലാതെ, ഞങ്ങൾക്ക് സംബന്ധിച്ച് അധികാരമില്ല, 10 വർഷമായി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം സ്വന്തം കുടുംബത്തിലൊരു കാര്യം നടക്കുന്നത് പോലെ കരുതിക്കൊണ്ടാണ് പ്രവർത്തകർ ആവേശകരമായി രംഗത്തിരിക്കുന്നത്. അതുകൊണ്ട് 100% പരിപൂർണമായും എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ വലിയ തോൽവി UDF നേരിടുന്ന സമയത്തും കരുനാഗപ്പള്ളിയിൽ താങ്കളുടെ വിജയം. അപ്പം ഈ മഹേഷ് മോഡൽ കേരളത്തിൽ വരണം എന്നുള്ള തരത്തിൽ താങ്കൾ പ്രവർത്തിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വേണം എന്നൊരു പാർട്ടിക്ക് ഒരു ആഗ്രഹം സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ചെയ്ത അതേ ചില പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, നമ്മൾ വോട്ട് പിടിക്കാനായി ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വോട്ടർമാരുടെ മുഖഭാവം, അവരുടെ വർത്തമാനം, ഞങ്ങളൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു 3-4 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് അവിടെ കയറിയിരുന്നു. അവരുമായി വർത്തമാനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ ഇത്തവണ ഞങ്ങൾ ബാപ്പൂട്ടിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് ഇത്തവണ ബാപ്പൂട്ടിക്ക് വോട്ട് ചെയ്യാൻ ഒരു പ്രത്യേക കാരണം? അപ്പോൾ ഒരാളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ സഹോദരനാണ്, ആ സഹോദരൻ ഇരിക്കുന്നത് മുച്ചക്ര വാഹനത്തിലാണ്, ആ മുച്ചക്ര വാഹനം കൊടുത്തത് ബാപ്പൂട്ടിയാണ്. അപ്പം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്നും തുറന്നിരിക്കുന്ന കടയിലാണ് കച്ചവടം നടക്കുന്നത്. ബാപ്പുട്ടിയുടെ കട എന്നും തുറന്നിരിക്കുന്ന കടയാണ്. താങ്കൾ പറഞ്ഞല്ലോ UDFന്റെ ലാസ്റ്റ് ബസ്സാണ്, അതിലൊരു ഡബിൾ ബെൽ അടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ, ഞാൻ പറഞ്ഞല്ലോ അനുഭവം സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഈ തെരഞ്ഞെടുപ്പിനുണ്ടായിരിക്കുന്ന ഒരു വൈരാഗ്യ ബുദ്ധി, ഇവിടെ ജയിച്ചേ പറ്റൂ, ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി, മുസ്ലിം ലീഗ് ആര്യാടനും മുസ്ലിമുമായി പണ്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോകൾ, ഇതൊക്കെ അപ്രസക്തമായിപ്പോയി. ഞങ്ങളെക്കാൾ ആവേശത്തോടു കൂടി നിൽക്കുന്നത് ലീഗിന്റെ പ്രവർത്തകരാണ്, ലീഗിന്റെ പ്രവർത്തകരെക്കാൾ ആവേശത്തോടു കൂടി നിൽക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും കൂടി വളരെ ആവേശത്തോടു കൂടി ഈ പെരുമഴക്കാലത്തും ഈ പ്രകൃതിയുടെ പ്രതികൂലമായ കാലാവസ്ഥയിലും 10,000-കണക്കിന് വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ ആര്യാടൻ ബാപ്പൂട്ടി നിയമസഭയിലേക്ക് ഞങ്ങളുടെ കൈപിടിച്ച് കൊണ്ട് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.